ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. കല്യാണി കിരണിൻ്റെ അടുത്ത് പറയാണ്, ഗംഗേട്ടൻ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അമ്മ മറ്റൊരിടത്തേക്ക് മാറി. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഉണ്ട്, പാലക്കാട് ഒരു ബന്ധുവീട്ടിലാണ്. അതവന് അറിയാത്ത സ്ഥലമാണ്, എന്നാലും മണത്ത് അവൻ എവിടെയും എത്തും. കാർത്തിക, വിഷമിക്കണ്ട. ഞാനും കല്യാണിയും കാർത്തികയ്ക്ക് ഒരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ അച്ഛനും സംഭവങ്ങളൊക്കെ അറിയാം. ഞങ്ങളൊക്കെ ജീവനോടെ ഉള്ളിടത്തോളം കാലം കാർത്തികയും ലക്ഷ്മി അമ്മയും ഒരു കാര്യത്തിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെ കാണിക്കുന്നത് ജെറിയെയും രാഹുലിനെയാണ്. രണ്ടുപേരും ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്തിട്ട് പറയാണ്, ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ. ഞാൻ എന്തിനാ വന്നതെന്ന് മനസ്സിലായല്ലോ. രാഹുൽ പറയാണ്, പൂർണ്ണമായും മനസ്സിലായി. അതിലുപരി നിന്നെ എനിക്ക് വിശ്വാസമായി. നേരത്തെ കണ്ടപ്പോൾ ഒരു പുകമറയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ചന്ദ്രസേനനും എൻ്റെ പെങ്ങളുമൊക്കെ ബുദ്ധിയുള്ളവരാ. അവരയച്ചതാണെന്ന് ഞാൻ ആദ്യം കരുതിയത്. അപ്പോൾ ജെറി പറയാണ്, അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ ഇത്രയും വിശദീകരിച്ചത്. നിങ്ങൾക്ക് സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു, അതിൻ്റെ വേദനയാണ്. എന്നാൽ എനിക്ക് അവകാശപ്പെട്ട സ്വത്തിൻ്റെ പങ്ക് കിട്ടാത്തതിൻ്റെ പകയും വിദ്വേഷവുമാണ്. എൻ്റെ അച്ഛൻ ലക്ഷ്മി അമ്മയെ രണ്ടാമത് കെട്ടിയതാണ്. എന്നിട്ട് അവരുടെയും അവരുടെ മോളുടെയും പേരിൽ എല്ലാം എഴുതി വെച്ചു. എനിക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉള്ളതുകൊണ്ട് കോടതിയിൽ പോലും എൻ്റെ വാദങ്ങൾ വിലപ്പോയില്ല. അതുകൊണ്ടാണ് നിയമം കയ്യിലെടുക്കാൻ ഞാൻ തീരുമാനിച്ചത്. ഇപ്പോൾ കിരണിനും കല്യാണിക്കും എന്നെ സംശയമില്ല. കാരണം ഞാൻ ഈ നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് കാർത്തികയ്ക്ക് അറിയാം. എന്നാൽ കിരണിനെ ഹെൽപ്പ് ചെയ്തയാൾ ഞാനാണെന്ന് അറിഞ്ഞിട്ടില്ല. ഓരോ പ്രാവശ്യം ഞാൻ കല്യാണിയെ വിളിക്കുമ്പോഴും അവരുടെ അരികിലേക്ക് പോകുമ്പോഴും ഇതവർ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള സംശയത്തോടെയാണ് ഞാൻ അവരെ സമീപിക്കുന്നത്. എന്നാൽ അവിടെ എത്തുമ്പോൾ അവരുടെ പ്രതികരണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു ഫോട്ടോ പോലും അവരെ കാണിച്ചിട്ടില്ല എന്ന്. ഒരു ഫോട്ടോ എടുത്ത് കാണിക്കാവുന്നതേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. രാഹുൽ ചോദിക്കുക, അതിനു മുമ്പ് കല്യാണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തൂടെ? അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അവർ കാർത്തികയെ സഹായിക്കുമെന്ന് ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് അവർ മാറുമോ നോക്കണം. രാഹുൽ, മാറിക്കഴിഞ്ഞാൽ ഇയാളുടെ പാട്ടിന് പോവില്ലേ? ഒരിക്കലുമില്ല. കാരണം കാർത്തികയും അവളുടെ അമ്മയും അത്ര പെട്ടെന്ന് സ്വത്തുക്കൾ തിരിച്ചു തരില്ല. അവിടെ പിന്നെ കാർത്തികയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. അങ്ങനെ തീരുമാനം ഉണ്ടാക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയതും നിങ്ങൾ പറഞ്ഞതും വെച്ച് നോക്കുമ്പോൾ കിരണും കല്യാണിയും അവരെ സഹായിക്കാൻ സാധ്യതയുണ്ട്. രാഹുൽ ചിരിച്ചുകൊണ്ട് കളിയാക്കിയിട്ട് പറയാണ്, ആത്മാർത്ഥതയുടെ നിറകുടങ്ങളാണ് അവർ. അവർ മാത്രമല്ല, ചന്ദ്രസേനനും രൂപയും കുറേ പേരുണ്ട് അവർക്കൊപ്പം അണിനിരക്കാൻ. ആ അണിനിരക്കുന്നവർക്കൊക്കെ ചോര കൊണ്ടായിരിക്കും നമ്മൾ മറുപടി കൊടുക്കുന്നത്. ഇപ്പോൾ കിരണിനെ കണ്ടിട്ട് കരയുന്നുണ്ടല്ലോ ചിലരൊക്കെ, അവരൊക്കെ ഇനിയും കരയും. കല്യാണി എന്ന് പറയുന്നത് നിസ്സാരക്കാരനല്ല ഗംഗേ. അവളുടെ ശക്തിയേക്കാൾ കൂടുതൽ അവളെ സഹായിക്കുന്നത് അവൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളാണ്. പിന്നെ അവളുടെ തലച്ചോറുവാ. സംസാരിക്കാൻ ശേഷിയില്ലാതിരുന്ന അവൾ എൻ്റെ കുടുംബത്തിൽ പടർന്നു കയറിയത് ഈ പറയുന്ന ശക്തിയുടെ കൂട്ടുപിടിച്ച. സാറ് വിഷമിക്കേണ്ട സാറേ, ചെന്നൈയിലെ ജയിലിലുള്ള മിക്ക ക്രിമിനൽസിലെയും എനിക്കറിയാം. കൊടും കുറ്റവാളികളുമായിട്ടാണ് എനിക്ക് കൂട്ട്. ഒരു കോള് മതി, എത്തേണ്ടവർ ഇവിടെ പാഞ്ഞെത്തും. അതിലൊരുത്തനെയും കൊണ്ടാണ് അന്ന് ഞാൻ വന്നത്. അവരാണ് കിരണിൻ്റെ തലക്കടിച്ചത്. പിന്നെ ഗംഗപ്രസാദ് അന്നുണ്ടായ സംഭവങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് മനോഹറിനോട്. അവൻ്റെ ആൾക്ക് അവൻ ആക്ഷനായിട്ട് കണ്ണുകൊണ്ട് കാണിച്ചു കൊടുക്കുന്നതും അവൻ തല്ലുന്നതൊക്കെ. അതുപോലെ ഒരുപാട് പയ്യന്മാർ എനിക്ക് കൂട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ജയിക്കും. സാറ് ഉറച്ച് വിശ്വസിച്ചോ. പിന്നെ മനോഹർ വന്ദനയുടെ വീട്ടിൽ വന്ദനയെ കാണാൻ വേണ്ടി വന്നിട്ടാണുള്ളത്. അപ്പോൾ വന്ദന ഹെൽമറ്റൊക്കെ ഊരിയിട്ട് അതിൻ്റെ ആൺവേഷത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഓടി വന്നിട്ട് പറയാണ്, അച്ഛാ, അമ്മേ, അവനെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തണം, അവൻ എന്നെ കണ്ടു എന്നാണ് തോന്നുന്നത്. അപ്പോൾ മനോഹർ അവിടെ വണ്ടിയിൽ തന്നെ ഇരുന്നിട്ട് ചിന്തിക്കുകയാണ്, അതാരാ ഒരുത്തൻ അകത്തേക്ക് പോയത്? അതും ഹെൽമറ്റ് വെച്ചുകൊണ്ടാണല്ലോ പോയത്. അവൻ അകത്ത് പോയി ഹെൽമറ്റ് ഊരി വെച്ചു. എന്നിട്ട് പറയാണ്, ഒരു മുന്നറിയിപ്പില്ലാതെ വന്നിരിക്കുക ശ്രീലമ്പടൻ. പിന്നെ അവൻ പെട്ടെന്ന് തന്നെ മാറി പെൺവേഷമൊക്കെ ധരിച്ചിട്ട് വരികയാണ്. അപ്പോഴേക്കും അച്ഛനും അമ്മയുമായിട്ട് മനോഹർ സംസാരിച്ചുകൊണ്ടിരിക്കുക. വരുമ്പോഴൊന്ന് വിളിച്ച് പറഞ്ഞിട്ട് വരണ്ടേ മോനെ, എന്നാലല്ലേ എന്തെങ്കിലുമൊക്കെ ഒരുക്കി വെക്കാൻ പറ്റൂ. അല്ല, പെട്ടെന്നാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചത്. അതിരിക്കട്ടെ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ സ്കൂട്ടറിൽ ഒരാൾ വരുന്നത് കണ്ടല്ലോ. അച്ഛനും അമ്മയും പരസ്പരം നോക്കുകയാണ്. അപ്പം മനോഹർ വീണ്ടും പറയാണ്,
അയാൾ ഹെൽമെറ്റ് വെച്ചുകൊണ്ടാണ് അകത്തേക്ക് ഓടിയത്. അതുകൊണ്ട് മുഖം കാണാൻ പറ്റിയില്ല. നിങ്ങൾ 3 പേരല്ലാതെ വേറൊരാൾ ഈ വീട്ടിൽ ഉണ്ടെന്ന് വന്ദന എന്നോട് പറഞ്ഞിട്ടുമില്ല. അല്ലെങ്കിൽ പിന്നെ വീട്ടിനകത്ത് എന്തെങ്കിലും കേടായിട്ട് ആരെങ്കിലും നോക്കാൻ വേണ്ടി വന്നതാണോ? അപ്പോഴാണ് ചിരിച്ചുകൊണ്ട് മുകളിൽ നിന്നും വേറൊരാൾ ഇറങ്ങി വരുന്നത്. ഇവനെയാണോ കണ്ടത്? അവളുടെ അമ്മ ചോദിക്കുകയാണ്. ഇല്ല, മുഖം ഞാൻ ശരിക്കും കണ്ടിട്ടില്ല. വേഷം ഇതല്ലായിരുന്നു. അല്ല, ഇവൻ പുറത്തു പോയിട്ട് വന്ന വേഷം മാറിയതാ. അതെ. അപ്പോൾ അച്ഛൻ പറയാണ്, ഇതെൻ്റെ ചേട്ടൻ്റെ മോനാ, വന്ദനയുടെ വല്യച്ഛൻ്റെ മോൻ. ഓ, അപ്പോൾ അച്ഛൻ നന്ദികേശൻ. ഞങ്ങൾ നന്ദിന്നാ വിളിക്കുന്നത്. മനോഹർ ചോദിക്കുക, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള പേരൊക്കെ ചെറുപ്പക്കാർക്ക് ഇടുവോ? അപ്പോൾ അവളുടെ അച്ഛൻ, അയ്യോ, ഇവൻ്റെ അമ്മ വലിയ ശിവഭക്തിയാ. ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടാണ് ഇവനെ പോലെ ഒരു മകനെ കിട്ടിയതെന്നാണ് അവർ പറയാറ്. അതുകൊണ്ടാണ് ഇവന് നന്ദികേശൻ എന്ന് പേര് വന്നേ. മോനെ, ഇതാരെന്ന് മനസ്സിലായോ? മനസ്സിലാവാതിരിക്കാൻ എന്താ ചെറിയച്ചാ? അവൾ ഇവനെ പരിചയപ്പെട്ടപ്പോൾ തന്നെ എനിക്കല്ലേ ആദ്യം ഫോട്ടോ അയച്ചു തന്നത്. അപ്പോൾ അമ്മ പറയാണ്, ഇവർ തമ്മിൽ വലിയ കൂട്ടാ. പക്ഷേ വന്ദന എന്നോട് ഇങ്ങനെ ഒരാളെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അവളുടെ അമ്മ അച്ഛനെ ഒന്ന് നോക്കി എന്നിട്ട് പറയാണ്, പറയാനുള്ള സമയം ആയി വരുന്നല്ലേ ഉള്ളൂ. ആ, മോള് സംസാരിക്കാൻ പറ്റാത്ത കുട്ടിയല്ലേ, അതുകൊണ്ട് മോൾക്ക് എല്ലാം പറയാൻ പറ്റത്തില്ലല്ലോ. അത് ശരിയാ. അല്ല, നന്ദി എന്ത് ചെയ്യുന്നു? ഞാനും മെഡിക്കൽ റെപ്പാ, വരുണിൻ്റെ കൂടെ തന്നെ. അപ്പോഴാണ് അവൻ ഒന്നും ചിന്തിക്കാതെ വരുൺ എന്ന് പറഞ്ഞത്. അത് എല്ലാവർക്കും അത്ഭുതപ്പെടുത്തി. അപ്പോൾ മനോഹർ ചോദിക്കുകയാണ്, വരുണോ? ആ, അത് പിന്നെ വരുൺ എന്ന് പറയുന്നത് ഇവൻ്റെ അനിയനാ, അവനും മെഡിക്കൽ റെപ്പാ. അത് കേട്ട് മനോഹർ ആ എന്ന് പറയാണ്. അപ്പോൾ ആങ്ങളമാരില്ലാത്ത വന്ദനയ്ക്ക് വല്യച്ഛൻ്റെ മക്കളായിട്ടുള്ള 2 ആങ്ങളമാരുണ്ട് അല്ലേ? വല്യച്ഛന് മാത്രമല്ല, ഇളയച്ഛനുണ്ട് 2 ആൺമക്കൾ. എൻ്റെ ആങ്ങളയ്ക്ക് ഒരാണും ഒരു പെണ്ണുമാണ്. ചുരുക്കി പറഞ്ഞാൽ ആങ്ങളയുടെ സ്ഥാനത്തിരിക്കാൻ 4-5 പേരുണ്ടെന്ന് അർത്ഥം. പിന്നെ മോനെ, ഇവനെ പറ്റി പറയുകയാണെങ്കിൽ ഇവനൊരു നാണം കുണുങ്ങിയ. അപ്പോഴേക്കും വന്ദന, അതായത് വരുൺ ഡ്രസ്സൊക്കെ മാറ്റി പെൺവേഷമൊക്കെ ധരിച്ച് വരാൻ പോവാണ്. ഇവനുണ്ടല്ലോ മോനെ, ആൾക്കൂട്ടത്തിന് ഇടയിലൊന്നും പോവില്ല. കല്യാണത്തിൻ്റെ അന്ന് തന്നെ ഇവനെ കണ്ടാ ഭാഗ്യം. അയ്യോ, അപ്പോൾ കല്യാണത്തിന് വരത്തില്ലേ? അച്ഛൻ വരുമോ എന്ന് ചോദിച്ചാൽ സാധാരണ കല്യാണത്തിനൊന്നും ഇവൻ പങ്കെടുക്കാറില്ല. ആൾക്കൂട്ടം ഭയങ്കര അലർജി ഇവന്. എങ്കിലും ഇളയച്ഛൻ്റെ മോളുടെ കല്യാണത്തിന് ആരെങ്കിലും മാറി നിൽക്കുമോ? ആ, ഇവൻ ചിലപ്പോൾ മാറി നിന്നിരിക്കും. ഇങ്ങനെ മാറി നിൽക്കാൻ വേണ്ടി ഇല്ലാത്ത കാരണം ഇവൻ ഉണ്ടാക്കും. അതാ ഇവൻ്റെ രീതി. ഏയ്, അങ്ങനെയൊന്നുമില്ല ഏട്ടാ. കല്യാണത്തിന് എല്ലാത്തിനും ഞാൻ മുന്നിൽ തന്നെ ഉണ്ടാവും. അപ്പോഴാണ് വരുൺ വേഷം മാറി ഇറങ്ങി വരുന്നത്. വരുൺ ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ മനോഹറിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അമ്മ പറയാണ്, ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് മോർണിംഗ് വന്നത് മോളെ കാണാൻ. അല്ല, വന്ദനയെ കാണാൻ വേണ്ടി മാത്രമല്ല വന്നത്, അച്ഛനും അമ്മയും കൂടി കാണാമല്ലോ എന്ന് കരുതിയാണ് വന്നത്. അതുകൊണ്ടെന്താ ഇപ്പോൾ നന്ദിയെയും എനിക്ക് പരിചയപ്പെടാൻ പറ്റിയല്ലോ. അപ്പോഴേക്കും വരുൺ ആക്ഷനായിട്ട് ഓരോന്ന് കാണിച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, അവളെന്താ പറഞ്ഞതെന്ന് മനസ്സിലായോ? അത് പറയാൻ ഞങ്ങളങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. നാളെ മോൾക്ക് 23 വയസ്സ് തികയുന്ന ദിവസമാണ്. നാളെ മോളുടെ ബർത്ത്ഡേയാ. അത് കേട്ട് മനോഹർ, ഓ ഓ അത് കൊള്ളാം, എന്നിട്ടെന്താ എന്നോട് പറയാത്തത്? ഇതൊക്കെ മറച്ചു വെക്കേണ്ട കാര്യങ്ങളാണോ? അതേ, മോളങ്ങോട്ട് വിളിക്കാനിരിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അവൾ തലകൊണ്ട് അട്ടിയിട്ട് പറയാണ്, അല്ല, എന്നും നമ്മൾ വിളിച്ചായിരുന്നല്ലോ, എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അതേ, മോളുടെ മനസ്സറിഞ്ഞതുപോലെ മോർണിംഗ് എത്തിയില്ലേ? നാളെ മോൻ വരില്ലേ? അതെന്ത് ചോദ്യം ചോദിക്കുന്നത്? മോളൂൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ എത്തില്ലേ? നാളെ എത്ര മണിക്കാണ് കേക്ക് കട്ട് ചെയ്യൽ? നമുക്ക് രാവിലെ തന്നെ അങ്ങ് മുറിക്കാം. മറ്റവനും പറയാണ്, അതുകൂടെ അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അതെ, മോളുടെ ബർത്ത്ഡേക്ക് എല്ലാ പ്രാവശ്യവും മോനെത്തും. അപ്പോൾ മനോഹർ ചോദിക്കുകയാണ്, അനിയൻ വരുൺ വരുമോ? ഏയ്, ഇല്ലില്ല, അവനിത്തിരി തിരക്കില്ല. വരുൺ ആക്ഷനായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ മനോഹർ ചോദിക്കുകയാണ്, ഗിഫ്റ്റൊന്നും കൊണ്ടുവരരുത് എന്നാണോ? അത് മോളുമാണോ തീരുമാനിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരുടെ ബർത്ത്ഡേക്ക് എന്ത് കൊടുക്കണം കൊടുക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കാ. അതിനാരും എതിർക്കാനും ചോദ്യം ചെയ്യാനും ഒന്നും പാടില്ല. അതെല്ലാം മോനെ, വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ വില കൂടിയ ഗിഫ്റ്റൊക്കെ എന്തിനാ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്? അച്ഛൻ ചോദിക്കാം. അപ്പോൾ അച്ഛൻ എനിക്ക് 1 കോടി രൂപയുടെ ചെക്ക് തന്നതോ? അതിൻ്റെ കാരണം എന്താണെന്ന് മോനോട് രാഘവേട്ടൻ പറഞ്ഞതല്ലേ? എന്നാൽ ഞാൻ നാളെ എനിക്കിഷ്ടപ്പെട്ട, നാളെ എൻ്റെ ഭാര്യയാവാൻ പോകുന്ന പെൺകുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതിൻ്റെ പേരിൽ എനിക്ക് എൻ്റേതായ ചില കാരണങ്ങളുണ്ട്. ഇപ്പം കൊടുക്കുന്ന സമ്മാനങ്ങളൊക്കെ പിന്നീട് അമൂല്യമായിട്ട് തോന്നും, പ്രത്യേകിച്ച് വിവാഹത്തിന് മുമ്പ് കൊടുക്കുന്ന ഇത്തരം സമ്മാനങ്ങൾ. എന്നാൽ പിന്നെ ഞങ്ങൾ എതിർക്കുന്നില്ല. അപ്പോൾ അമ്മ പറയാണ്, മോനിരിക്കും, ഞാൻ ചായ കൊണ്ടുവരാം. മോള് പോവുകയാണോ? മോൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കാണില്ലേ? അച്ഛൻ പറയാം. അതുകൊണ്ട് മോളിവിടെ നിന്നേ.
കുഴപ്പമില്ല, ചായയായിട്ട് മോള് വരട്ടെ. എടാ നന്ദിയേ, ഓരോ പ്രാവശ്യം മോനിവിടെ വരുമ്പോഴും ഓരോ പ്രാവശ്യം പെണ്ണ് കാണാൻ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. വരുൺ തിരിഞ്ഞ് അടുക്കളയിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ മനസ്സിൽ ചിന്തിക്കാണ്, നാണം കെട്ടവനെ, നാളെ നീ എനിക്ക് ഗിഫ്റ്റുമായിട്ട് വാ. നാളെ നിനക്ക് കുറേ പൊട്ടട്ടെ, നിൻ്റെയും നിൻ്റെ ഇപ്പോഴത്തെ ഭാര്യയുടെയും. അല്ല നന്ദി ഇരിക്ക്. അപ്പോൾ അച്ഛൻ പറയാണ്, ഇവന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, മൂത്തവരുടെ മുന്നിൽ ഇരിക്കത്തില്ല. ഓ സത്യം. മനോഹർ മനസ്സിൽ ചിന്തിക്കാണ്, നാളെ നല്ലൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തേ പറ്റൂ. കയ്യിലാണെങ്കിൽ പൈസയില്ല, പിന്നെ സഹായിക്കാൻ ഒരു ഭാര്യ ഇപ്പോൾ കൂടെയുണ്ടല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ തരക്കേടില്ലാതെ കാര്യങ്ങൾ ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റും. പിന്നെ കല്യാണം കഴിഞ്ഞാൽ 1 കോടിയല്ലേ കയ്യിൽ വരാൻ പോകുന്നത്. അതൊക്കെ ഓർത്ത് മനോഹർ ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ നന്ദിയോട് ആക്ഷനായിട്ട് ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ ചോദിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് മനോഹറിനോട് ചോദിക്കുകയാണ്, മോനെന്താ ചിരിക്കുന്നത്? മനോഹർ പെട്ടെന്ന് ഏയ് ഒന്നുമില്ല, നാളെ ബർത്ത്ഡേക്ക് എന്ത് സമ്മാനം കൊടുക്കാമെന്ന് ചിന്തിക്കുകയായിരുന്നു. പിന്നെ കാണിക്കുന്നത് കിരണിനെയാണ്. കിരണിൻ ഓർക്കുകയാണ് പ്രകാശൻ പറഞ്ഞ കാര്യം. ആരെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇവന്. കല്യാണിക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ പ്രകാശൻ വീണ്ടും പറയാണ്, ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പ്രകാശൻ കുറേ കാര്യങ്ങൾ ചെയ്യാണ്. അടുത്ത് നിന്നിട്ട് കുറേ ആക്ഷനായിട്ട് കാണിക്കുകയാണ്. അതിനുശേഷം ഹലോ ഹലോ എന്നൊക്കെ വിളിക്കുകയാണ്. മനസ്സിലായോ എന്നെ? പ്രകാശൻ തലമൊട്ടയടിച്ചത് കൊണ്ട് മനസ്സിലാവാത്തതാണോ? പ്രകാശൻ്റെ ഓരോരോ ചോദ്യങ്ങൾക്ക് ഒടുവിൽ കിരൺ ചോദിക്കുകയാണ്, ആരാ? ആരാന്ന് എന്നെ മനസ്സിലായില്ലേ? പ്രകാശൻ, നിൻ്റെ ശത്രു അല്ല, നിൻ്റെ കുടുംബത്തിൻ്റെ ശത്രു. പിന്നെ ഇത് കല്യാണിയുടെ വീട്ടുമുറ്റത്ത് ഒരു കാർ വന്നു നിന്നു. കല്യാണി ഇറങ്ങി വന്നിട്ട് നോക്കുകയാണ്. കാറിൽ നിന്നും ഇറങ്ങിയത് മനോഹറാണ്. മനോഹർ അകത്തേക്ക് കയറി വരികയാണ്. അപ്പോൾ കല്യാണി ചോദിക്കുകയാണ്, നീ എന്താണ് ഇവിടെ? അത് പിന്നെ കിരൺ സാറ് വയ്യാതെ കിടക്കുകയല്ലേ, ഒന്ന് കാണാമെന്ന് കരുതി. ഇതിന് മുമ്പ് ഒരുപാട് പേര് വന്ന് സഹതാപം രേഖപ്പെടുത്തിയിട്ട് പോയായിരുന്നു, നിൻ്റെ ഭാര്യയും അമ്മായി അമ്മയൊക്കെ. എന്നാലും നല്ല ആരോഗ്യത്തോടെ ഇരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഓർമ്മശക്തിയൊക്കെ നഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ഒരു വല്ലാത്ത അവസ്ഥയാണല്ലോ. കല്യാണി പറയുക, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിത നിൻ്റെ വലയിൽ നിന്നും വഴുതിപ്പോയപ്പോൾ നീ മറ്റേതെങ്കിലും പെൺകുട്ടികളുടെ പുറകെ നടക്കുന്നുണ്ടോ? അപ്പോൾ മനസ്സിൽ മനോഹർ ചിന്തിക്കുകയാണ്, ഇനി വന്ദനയുടെ കാര്യം ഇവൾ അറിഞ്ഞു കാണുമോ? നീ എന്താടാ ആലോചിക്കുന്നേ? അത് പിന്നെ ഇല്ല. നീ ഇല്ല എന്ന് പറയുമ്പോൾ ഉണ്ടെന്ന് വേണം കരുതാൻ. സത്യമായിട്ടും വേണ്ട 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 വേണ്ട. നീ അച്ഛനെയും അമ്മയും ഒക്കെ പിടിച്ചു സത്യം ചെയ്യും. കാരണം അവരാരാണെന്ന് നിനക്കറിയില്ലല്ലോ. നീ ഒരു പെണ്ണിന് പിന്നാലെയും ഞാൻ പോവില്ല. സരയു എൻ്റെ അവസാന ഭാര്യയായിരിക്കും. അത് കേട്ടപ്പോൾ കല്യാണി ചിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ? നീ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു, ഒരുപാട് കാലം നീയുമായിട്ട് ഒന്നിച്ചു കഴിഞ്ഞ ഭാര്യ സരയു ആണെന്ന്. സാധാരണ നിൻ്റെ ഭാര്യമാർ അമ്മയാവാൻ പോകുമ്പോൾ ആ സ്ഥലത്തുനിന്ന് മുങ്ങുന്നതാണ് നിൻ്റെ രീതി. ഇവിടെ പക്ഷേ സരയു അമ്മയായി, കുഞ്ഞിൻ്റെ ചോറൂണും കഴിഞ്ഞു. ഇത്രയും നാളുകൾക്കൊടുവിൽ ആ കുഞ്ഞിനോടെങ്കിലും ചെറിയൊരിഷ്ടം നിനക്ക് തോന്നിയിട്ടുണ്ടോ? അയ്യോ കൺമണി മോള് എൻ്റെ ജീവനാ. ജീവനൊന്നും ആവണ്ട, സ്വന്തം കുഞ്ഞാണ് കൺമണി എന്നുള്ള ഒരു ബോധം മാത്രം ഉണ്ടായാൽ മതി. അതില്ലാത്തത് കൊണ്ടാണല്ലോ നീ ഇപ്പോഴും ഓരോരോ പെൺകുട്ടികളുടെ പിറകെ നടക്കുന്നത്. ഏതായാലും കിരണേട്ടനെ കാണാൻ വന്നതല്ലേ, വാ പോര്. മനോഹർ പിന്നെ അവിടെ നിന്നുകൊണ്ട് ചിന്തിക്കുകയാണ്, വന്ദനയുടെ കാര്യം അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. കിരണേട്ട, ഒരുത്തൻ കൂടി വരുന്നുണ്ട് സഹതാപം രേഖപ്പെടുത്താൻ. ആ മനോഹർ അകത്തേക്ക് വന്നിട്ട് കിരണിനെ തന്നെ നോക്കുകയാണ്. അവൻ മെല്ലെ തൊടാൻ വേണ്ടി പോകുമ്പോൾ കല്യാണി പറയാണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതൊന്നും കിരണേട്ടന് മനസ്സിലാവില്ല. ഞാനെന്തെങ്കിലും പറഞ്ഞാൽ അത് സഹതാപം കൊണ്ടാണെന്നേ കല്യാണി പറയൂ. പക്ഷേ എനിക്ക് നല്ല സങ്കടമുണ്ട് ഇങ്ങനെ കാണാൻ. കല്യാണി ചിരിച്ചുകൊണ്ട് പറയാണ്, എത്ര പെൺകുട്ടികളാ നീ കാരണം അനാഥയായത്, ജീവിതം നഷ്ടപ്പെട്ടത്. അവരോടൊന്നും സഹതാപം തോന്നാത്ത, സ്വന്തം കുഞ്ഞുങ്ങളോട് പോലും പാലണയുടെ പോലും സിമ്പതി തോന്നാത്ത നിനക്കാണോ എന്നും നിൻ്റെ ശത്രുവായിട്ടുള്ള കിരണേട്ടനെ കാണുമ്പോൾ വിഷമം വരുന്നത്? അത് പറയുന്നത് കേട്ടപ്പോൾ മനോഹർ വിഷമത്തോടെ മനസ്സിൽ ഓരോന്നും ചിന്തിച്ചു കൂട്ടാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തതായി പുതിയ വിശേഷവുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും see you all.